നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. കൊൽക്കത്ത ടെസ്റ്റിനു പിന്നാലെ ഗുവാഹത്തി ടെസ്റ്റിലും ഇന്ത്യ ഒരു പരാജയം അഭിമുഖീകരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും. നമുക്കിപ്പം ഹാരിസ് നെന്മാറയുണ്ട്. ഹാരിസ്, സ്വാഗതം. അപ്പോൾ നമ്മൾ 549 റൺസ് എന്നൊരു വലിയ ടോട്ടൽ ദക്ഷിണാഫ്രിക്ക കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക്. 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവസാന സെഷനിൽ ഇന്ത്യ 27 റൺസ് എടുക്കുമ്പോഴേക്ക് യശസ്വി ജയ്സ്വാളും പോയി, KL രാഹുലും പോയി. ഒരു ദിവസം മുഴുവൻ ഇന്ത്യക്ക് ഇനി, അവസാന ദിവസം മുഴുവൻ ഇന്ത്യക്ക് ഇനി ബാറ്റ് ചെയ്യാനുണ്ട്. ആ ടാർഗറ്റ് മറികടക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം 8 വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരൊരു വൈറ്റ് വാഷ് തന്നെയാണ് മുതിരുന്നത്. എങ്ങനെയായിരിക്കും നാളെ ഒരു ദിവസം മത്സരം പോകുന്നത്? ഇനിയിപ്പോൾ പരമ്പരയെക്കുറിച്ച് ഇവിടെ ചർച്ചയൊന്നുമില്ലല്ലോ. അതെ, പിന്നെ ഇതിൽ നന്ദി പറയേണ്ടത് ടെമ്പാ ബാവുമക്കാണ്. അദ്ദേഹം ഫോളോ ഓൺ ചെയ്യാതെ നാണം കെടുത്തിയില്ല. അത് നാണം കെടുത്തില്ല. അപ്പോൾ 2010 ശേഷം നമ്മൾ സ്വന്തം മണ്ണിൽ ഇതുവരെ ഫോളോ ഓൺ ചെയ്യപ്പെട്ടിട്ടില്ല. 2010 ഇന്ത്യ ഫോളോ ഓൺ ചെയ്യുന്നത് ഇതേ ദക്ഷിണാഫ്രിക്കയാണ്, നാഗ്പൂരിൽ വെച്ചിട്ട് 300-ലധികം പിന്നെ അവർ ലീഡ് പിടിച്ചിട്ട് ഫോളോ ഓൺ ചെയ്യുന്ന 1 ഇന്നിങ്സിനാണ് അവർ ജയിക്കുന്നത് എന്നാണ്. അതിനുശേഷം ഒരു 10-15 വർഷക്കാലം നമ്മൾ ഇതുവരെ സ്വന്തം മണ്ണിൽ ഫോളോ ഓൺ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ നമ്മളങ്ങനെ ഒരു അപകടമനമ്പിലായിരുന്നു. ടെമ്പ ബാവും അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് പിന്നെ തൻ്റെ സഹകളിക്കാരോടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങോട്ട് പിന്നെ അതങ്ങ് സംതൃപ്തമാവുന്നില്ല. പിന്നെ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ട് ഒരു ചർച്ച നടത്തിയിട്ടാണ് അദ്ദേഹം ഒരു 2 മിനിറ്റിന് ശേഷം വന്നിട്ട് ഫോളോ ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. നമ്മൾ ആശ്വസിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് ഫോളോ ഓൺ ചെയ്യപ്പെട്ടാൽ എന്താണ്, നമ്മൾ ഫോളോ ഓൺ ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ ക്രിക്കറ്റിൽ ഇതിഹാസം രചിച്ച ചരിത്രം കൊൽക്കത്തയിലെ കഥയൊക്കെ പറയും. നമ്മൾ ഈഡൻ ഗാർഡൻസിലെ കഥ പറയും. പിന്നെ നമ്മൾ ഗംഭീറിനെയും ലക്ഷ്മണി, പക്ഷേ പിന്നെ ലക്ഷ്മണിയും ദ്രാവിഡിനെ കുറിച്ചൊക്കെ പറയും. ശരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി എല്ലായിടത്തും പിന്നെ തകർന്നു പോയൊരു തരിപ്പണമായി പോയൊരു സീരീസാണിത്. ഒരു 2 വർഷത്തിനിടയിൽ നമ്മൾ സ്വന്തം മണ്ണിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് വലിയ ചോദ്യശരങ്ങളാണ് ഇനി ഗൗതം ഗംഭീറിന് നേരെ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലേക്ക് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ വലിയ കറേജോടുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ റെസ്പോൺസിബിളോടി ബാറ്റ് വീശേണ്ട സമയത്തൊക്കെ ഋഷഭ് പന്തൊക്കെ കാണിച്ച എന്താണ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ശരിക്കും യാൻസനും ഹാർമറിനും മുമ്പിൽ നമ്മൾ തകർന്ന് തരിപ്പണായി പോയിരുന്നു. ഋഷഭ് പന്ത് നേരിട്ട് 2ാമത്തെ പന്ത് 6 ആണ് അടിക്കുന്നത്. യാൻസന്റെ ഒരു പ്രകോപനത്തിന് മുതിർന്നുകൊണ്ട് പിന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വീണ്ടും 6 അടിക്കാൻ ശ്രമിക്കുമ്പോൾ വെറുതെ വിക്കറ്റുകൾ, അതായത് 100 റൺസ് ആയപ്പോഴേക്കും 4 വിക്കറ്റ് പോയ സാഹചര്യത്തിൽ കുറച്ചൊക്കെ ക്ഷമ, അഗ്രസീവ് ആകാം, ബേസ്ബോളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാം. പക്ഷെ എന്ന് കരുതി എല്ലാ ബോളും 6 അടിക്കണം എന്നുള്ളൊരു സാധനം, പ്രത്യേകിച്ച് അദ്ദേഹം ക്യാപ്റ്റനും കൂടിയാണ്, ഒരു അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്. അതായത് ഋഷഭ് പന്തിനെ കുറിച്ച് നമ്മൾ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിലെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് നമ്മളിങ്ങനെ വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ടെസ്റ്റ് സീരീസ് കളിച്ച് ഇംഗ്ലണ്ടിലാണ്. അവിടെ അദ്ദേഹം 4 ഇന്നിങ്സാണ് കളിച്ചത്. പിന്നെ പരിക്കേറ്റ് അദ്ദേഹം പുറത്തു പോകുന്ന കണ്ടത്. ഈ 4 ഇന്നിങ്സിൽ ആദ്യത്തെ 3 ഇന്നിങ്സിലും അദ്ദേഹം 2ാമത്തെ പന്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്ന് 6 അടിക്കാൻ നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അവിടേക്ക് അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ പിന്നെ വല്ലാതെ ആഘോഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൊത്തത്തിൽ ഭയങ്കര അഗ്രഷൻ മൂഡിലാണ് ടെസ്റ്റിൽ ബാറ്റ് വീശുക, ഭയങ്കര സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇങ്ങനെ ഈ അഗ്രഷൻ മൂഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പരാജയപ്പെടും സമയത്ത് അദ്ദേഹം സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ യാൻസൺ അദ്ദേഹത്തെ ശരിക്കും ഒരു ബൗൺസ് ഇട്ടിട്ട് പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ബോൾ ഹീറോയ്ക്കായിട്ട് അദ്ദേഹം ഒരു 6 അടിച്ച് അദ്ദേഹം സ്വന്തം ആരാധകരുടെ കയ്യടി നേടാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഉറപ്പുണ്ടായിരുന്നു, അത് പിന്നെ വെറുതെ റിവ്യൂ ഒന്നും അവിടെ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് തന്നെ ഉറപ്പുണ്ടായിരുന്നു അത് വിക്കറ്റാണ് എന്നുള്ളതാണ്. നമ്മളൊരു 95 റൺസ് വരെ ഒരു വിക്കറ്റ് പോലും പോകാതെ തരുന്നിടത്ത് 95-1 എന്ന നിലയിൽ നിന്ന് നമ്മൾ 122-7 എന്ന നിലയിലേക്ക് ഒരു 11 ഓവർ കൊളാപ്സ് ആണ് ശരിക്കും ഗുവാഹത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 3ാം 1 ഡൗൺ പൊസിഷനിലേക്ക് സായ് സുദർശനെ തിരിച്ചുകൊണ്ടുവരുന്നതും വാഷിംഗ്ടൺ സുന്ദറിനെ വീണ്ടും താഴേക്ക് ഇറക്കുന്നു. എന്നിട്ടും ഏറ്റവും അധികം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്നലെയും ഇന്ത്യയുടെ 2nd ടോപ്പ് സ്കോറർ എന്ന് ആലോചിക്കണം. അപ്പോൾ ജയ്സ്വാൾ തന്നൊരു തുടക്കം നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മിഡിൽ ഓർഡർ നമ്മൾ ഭീകര പരാജയമായിരുന്നു. പിന്നെ നമ്മൾ യാൻസന് മുന്നിലാണ് ഇന്നലെ തോറ്റുപോയത്, ഹാർമറിനും മുന്നിലാണ് നമ്മൾ തോറ്റുപോയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ യാൻസനെ കുറിച്ചൊക്കെ പറയുന്നത്, യാൻസൺ ഈ ടെസ്റ്റ് ഗുവാഹത്തി ടെസ്റ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ നടന്നിട്ടുള്ള പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഉയരമില്ലാത്ത ആളുകളെ കാണുന്ന സമയത്ത്, ഉയരമില്ലാത്ത ബോളർമാരെ കാണുന്ന സമയത്ത് എനിക്ക് അസൂയ തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യാൻസന് പ്രത്യേകത ഉണ്ട്. യാൻസൺ അൺപ്ലേയബിൾ ആയ ബോളുകൾ എറിഞ്ഞാൽ പോലും യാൻസന് ചില സമയത്ത് തോന്നുകയാണ്, യാൻസൺ അത് റിയാലിറ്റി ആയിട്ട് തന്നെ പറയാണ്, ഓഫ് സ്റ്റെമ്പിന് മുകളിലൂടെ പന്ത് പോവുക എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം മനോഹരമായി പന്തെറിയുമ്പോഴും അത് സ്റ്റെമ്പിന് മുകളിലൂടെ പോകാനുള്ള കാരണം, സ്റ്റെമ്പ് തകർക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉയരമാണ് എന്ന് അദ്ദേഹം വിലയിരുത്താണ്. ഇന്നലെ അദ്ദേഹം എടുത്ത 6 വിക്കറ്റും ക്യാച്ചാണ്.
ഒറ്റ ബൗൾഡ് പോലും ഇല്ല, 6 വിക്കറ്റും ക്യാച്ചാണ്. അപ്പോൾ ഉയരം ചില സമയത്ത് ഇപ്പൊ ഒരു ചെറിയ ആഡ് ഓൺ ചെയ്യട്ടെ, മറ്റേ ജഡേജയുടെ ഒക്കെ വിക്കറ്റ് വരുന്നത് ബോഡി ലൈൻ വന്ന് ജഡേജയുടെ ഷോൾഡറിൽ തട്ടി പിന്നെ ബാറ്റിൽ തട്ടിയിട്ടാണ് ക്യാച്ച് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു തരത്തിൽ പോലും യാൻസനെ തൊടാൻ കഴിയുന്നില്ല ബോഡി ലൈൻ ബോൾ വരുമ്പോൾ. നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് തൊട്ടും ഇന്നലെയൊക്കെ നമ്മൾ ഗുവാഹത്തി ടെസ്റ്റിന് മുമ്പ് നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് ഗുവാഹത്തിയുടെ പിന്നെ പിച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടി സ്പിന്നിനെ തുടക്കുന്ന പിച്ചായിരിക്കും, കുറച്ചുകൂടി ടേൺ ചെയ്ത് തുടങ്ങുന്ന പിച്ചായിരിക്കും. പക്ഷെ 3-ാം ദിവസവും നന്നായി ബൗൺസ് ലഭിച്ചുകൊണ്ടിരുന്നു. അൺഇവനായൊരു ബൗൺസ് ഒന്നും അല്ല കൊൽക്കത്തയിലെ പോലെ, പക്ഷേ നന്നായി ബൗൺസ് ലഭിച്ചിരുന്നു. നന്നായി അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ജാൻസൺ. പല പന്തുകളും പിന്നെ ജഡേജയെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, പല പന്തുകളും പിന്നെ അവർക്ക് പോലും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതാണ്. ആ പന്തുകൾ നേരിടാൻ ഭയങ്കരമായിട്ട് ബൗൺസുകൾ നേരിടാൻ ഇടങ്ങാറാവുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് പരാജയപ്പെട്ടത്. പിന്നെ കുൽദീപ് യാദവിനെ കുറിച്ച് നമ്മൾ എടുത്തും കാരണം ഇന്ത്യൻ ഇന്നിംഗ്സിൽ 100 പന്ത് നേരിട്ട ഏകതാരം അദ്ദേഹമാണ്. ഇന്ന് അദ്ദേഹത്തെ കൊണ്ട് നൈറ്റ് വാച്ച്മാൻ ആയിരിക്കും. അദ്ദേഹത്തെ നൈറ്റ് വാച്ച്മാൻ അല്ല, അദ്ദേഹം പ്രോപ്പർ ബാറ്റ്സ്മാൻ ആണ്. പന്തിനൊക്കെ പിടിച്ച് വേണമെങ്കിൽ നമുക്ക് നൈറ്റ് വാച്ച്മാൻ ആക്കാൻ തോന്നുന്നു. അത്രയും പ്രോപ്പറായിട്ട് തന്നെ കളിച്ചത്. കാരണം 150 പന്ത് അദ്ദേഹം നേരിട്ടു. വാഷിംഗ്ടൺ സുന്ദർമത്ത് നല്ലൊരു കൂട്ടുകെട്ട് നടത്തി. നാണക്കേടാണ്, എന്നാൽ പോലും അതിഭീകരമായ നാണക്കേടിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കിയത് ഇവർ രണ്ടുപേരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെ കുറിച്ച് പറയാനുള്ളത്, കുൽദീപ് 15 റൺസ് എടുത്തിട്ടുള്ളൂ. പക്ഷെ കുൽദീപ് അവസാന വിക്കറ്റിലൊക്കെ ജസ്പ്രീത് ബുംറയ്ക്ക് വന്നതിന് ശേഷം അദ്ദേഹം റണ്ണുകൾ എടുക്കാൻ കഴിയുന്ന പന്തുകൾ പോലും ചിലത് അദ്ദേഹം റണ്ണിന് ഓടുന്നില്ല. കാരണം എന്താണ്, അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്, പിന്നെ ബൗണ്ടറി നേടുക. പക്ഷെ അദ്ദേഹം അതൊരു ഗതികേടാണല്ലോ, ബാറ്റർമാർ ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ കുൽദീപിനെ നമ്മൾ പലപ്പോഴും പുറത്തു നിർത്തില്ല. അത്രയും മനോഹരമായി പന്തെറിയുന്ന ഒരു മനുഷ്യനെ പുറത്തു നിർത്തിയിട്ടുള്ളത് അദ്ദേഹം ഓൾറൗണ്ടർ അല്ല, അത് ഗംഭീറിന്റെ പരീക്ഷണമാണ്. ഓൾറൗണ്ടർ അല്ല എന്ന കാരണം പറഞ്ഞ് മാത്രം ഒരു ചൈനമാൻ സ്പിന്നർ നമ്മൾ എത്ര കാലം പുറത്തിരുത്തിയിട്ടുണ്ട്. ആ മനുഷ്യനാണ് 106 ബോള് നേരിട്ട് ഇന്ത്യൻ പിന്നെ 11-ൽ ഏറ്റവും കൂടുതൽ പന്തുകൾ നേരിട്ടൊരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ഹരിസ്വർണ്ണ പോയിന്റിലേക്ക് തന്നെ വരുന്നത് ഗംഭീർ. എന്താ പറയാ മൂപ്പരെ കുറിച്ച്? കാരണം ഒരു പ്ലെയർക്ക് പോലും ചിലപ്പോൾ ഗില്ലിനുണ്ടാവും, ബാക്കി ഒരൊറ്റ പ്ലെയർക്ക് പോലും നിങ്ങളുടെ റോൾ എന്താണ്, നമ്മളുടെ റോൾ എന്താണെന്ന് അറിയാൻ പറ്റാതെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇപ്പോൾ വാഷിംഗ്ടൺ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടർച്ചയായിട്ട് 2 കളി അദ്ദേഹം 1 ഡൗൺ കളിപ്പിക്കുന്നു, അതിൽ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി 1 ഡൗൺ പൊസിഷനിലായിരിക്കും നിൽക്കുക. പല വിമർശനങ്ങളും വരുന്നു, വാഷിംഗ്ടൺ ഒരു പ്രോപ്പർ ബാറ്റർ അല്ല. പക്ഷെ പെർഫോമൻസിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ബാറ്ററായിട്ടല്ലല്ലോ വരുന്നത്. വീണ്ടും സായ് സൂചനകൾ കൊണ്ടുവരുന്നു. അദ്ദേഹം 2 ഇന്നിങ്സിലും അമ്പേ പരാജയമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയിപ്പോൾ അടുത്ത സീരീസിൽ ആരെയായിരിക്കും, ചിലപ്പം കുൽദീപിനെ കൊണ്ടുവരുമായിരിക്കും. കുൽദീപ് ഒരു കളി തിളങ്ങിയല്ലോ, ഒരു രക്ഷയിൽ ഏത് രീതിയിലാണ് അദ്ദേഹം ഈ ടെസ്റ്റ് ടീമിനെ, അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ടീം പരിശീലക സ്ഥാനത്ത് നിന്നെങ്കിലും ഗംഭീർ മാറണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ സമനില വഴങ്ങിയ സമയത്ത് പിന്നെ ക്രിക്കറ്റ് പണ്ഡിറ്റുകളും പിന്നെ നമ്മളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഗംഭീറിന് ഇനിയും സമയം കൊടുക്കണം, അദ്ദേഹം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം ന്യൂസിലാൻഡിനെതിരെ ഒരു വൈറ്റ് വാഷ് സ്വന്തം മണ്ണിൽ വഴങ്ങിയിട്ടുണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ ടെന്നറിൽ നമ്മൾ 2ാമതൊരു പരമ്പര തോൽക്കുന്നു. അത് വൈറ്റ് വാഷ് ആണോ അല്ലയോ എന്നാണ് നാളെ അറിയാം. ഇങ്ങനെ ദക്ഷിണാഫ്രിക്ക ബോൾ ചെയ്താൽ ചിലപ്പോൾ ഇത് വൈറ്റ് വാഷിലേക്ക് തന്നെ ആയിരിക്കും ഇത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഗംഭീറിനെ കുറിച്ച് ഇന്ന് രവിശാസ്ത്രി പറയുന്നുണ്ട്. ഗംഭീർ പിന്നെ ഈ ഓൾറൗണ്ടർമാരിൽ വല്ലാതെ വിശ്വാസം അർപ്പിക്കുന്നതാണ് ഇന്ത്യ തോൽക്കുന്നതിലെ സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് രവിശാസ്ത്രി പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3 ഓൾറൗണ്ടർമാർ അല്ല 4 ഓൾറൗണ്ടർമാർ, 3 പിന്നെ സ്പിൻ ഓൾറൗണ്ടർമാരും 1 പേസ് ഓൾറൗണ്ടറും നമ്മുടെ 11-ലുണ്ട്. ഇതിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ഇങ്ങനെ 11 ഒരുക്കിയിട്ടും ഓൾറൗണ്ടർ ബോളിങ്ങും ബാറ്റിങ്ങും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഇറക്കിയിട്ടും ചില ആളുകൾക്ക് ബോളിംഗ് കൊടുക്കാൻ കഴിയാത്തടത്തൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ സ്ലോട്ടാണ് നമ്മൾ ഒഴിച്ചിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ, സച്ചിനും സെവാഗും രാഹുൽ ദ്രാവിഡും ഗാംഗുലിയും ലക്ഷ്മണും ഒക്കെ ഇറങ്ങിയിരുന്ന സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെ കൊണ്ട് നിറഞ്ഞിരുന്ന ഓൾറൗണ്ടർ. ഗാംഗുലിയെ കുറിച്ചൊക്കെ ഓൾറൗണ്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും, സച്ചിനൊക്കെ ഓൾറൗണ്ടർ ആണെന്ന് പറഞ്ഞാൽ പോലും, പക്ഷേ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇവരൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷേ ഗംഭീറിൻ്റെ 11 നോക്കുന്ന സമയത്ത് ഓൾറൗണ്ടർമാരെ വല്ലാതെ വിശ്വസിക്കുക, വല്ലാതെ കുത്തി നിറക്കുന്ന 11 ഉണ്ടാക്കുക, ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് രവിശാസ്ത്രി പറയുന്നത് എന്താണ്. മറ്റൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രധാന ചർച്ചകളിലൊന്ന് ഇന്ത്യയുടെ ഗ്രേഗ് ചാപ്പലാണ് ഗൗതം ഗംഭീർ എന്നാണ്. ഇന്ത്യൻ ഗ്രേഗ് ചാപ്പൽ എന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ ആരാധകർ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ പിന്നെ പ്രതിഭകൾ ഒരുപാടുണ്ടായിരുന്ന ഒരു കാലത്ത് പോലും വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിട്ട 2007 ലോകകപ്പ് വലിയ ദുരന്തമാണ് നമുക്ക് സച്ചിനും. അങ്ങനെ ഒരു ഇതിഹാസ നിര അണിനിരന്ന ഒരു ടീം ബംഗ്ലാദേശിനോടൊക്കെ പോട്ടിയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുക, ഗാംഗുലിയെ ഒരാവശ്യമില്ലാതെ ക്യാപ്റ്റൻസിൽ നിന്ന് തെറിപ്പിക്കുക, ദ്രാവിഡിന് അധിക ഉത്തരവാദിത്വം കൊടുക്കുക, ഇർഫാൻ പത്താനെ 1 ഡൗൺ പൊസിഷനിൽ പരീക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ ബോളിംഗ് സ്ട്രെങ്ത്തിനെ കളയുക, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ. ഇപ്പോൾ ഗാംഗുലിയൊക്കെ അക്കാലത്ത് പറയുന്നുണ്ടല്ലോ, പിന്നെ ഗ്രേഗ് ചാപ്പൽ മാപ്പ് പറയാൻ വേണ്ടി വിളിച്ചാൽ, ഇപ്പം നിങ്ങളെ വിളിച്ചാൽ, ദ്രാവിഡിനെ വിളിച്ചാൽ, സച്ചിനെ വിളിച്ചാൽ നിങ്ങൾ കോളറ്റിൻ്റെയോ എന്നൊക്കെ ഗാംഗുലിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വേണമെങ്കിൽ സച്ചിനെയും ദ്രാവിഡിനെയൊക്കെ വിളിക്കും, പക്ഷേ എന്നെ വിളിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിച്ച ചരിത്രത്തിലെ പിന്നെ അങ്ങനെയൊന്നും നമുക്ക് ഗംഭീറിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. അദ്ദേഹം കുറേയധികം
വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ലിമിറ്റഡ് ഓവറിലോ ഒക്കെ, പക്ഷേ ലോങ് ഫോർമാറ്റിലേക്ക് ഒരു തരത്തിൽ പോലും ന്യായീകരിക്കാം. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, നിതീഷ് കുമാർ റെഡ്ഡി, അദ്ദേഹം ഹോം സീരീസിൽ ആകെ വെറും 10 ഓവറാണ് അറിയാം. നമ്മള് ഹാർദിക്കിന് നിരന്തരം പരിക്കേൽക്കുന്ന സാധ്യതയില്ല. അദ്ദേഹം ഇപ്പോൾ ലിമിറ്റഡ് ഓവറിൽ മാത്രമേ കളിക്കുന്നുള്ളൂ. നമുക്ക് ഒരു ഗംഭീരമായ ഒരു പേസ് ഓൾറൗണ്ടർ ഉള്ള ഒരാളാണ് നിതീഷ് കുമാർ റെഡ്ഡി. പക്ഷെ അദ്ദേഹം 10 ഓവറാണ് വരുന്നത്. അദ്ദേഹം അത് വേണ്ട, അദ്ദേഹം ഡൊമസ്റ്റിക് കളിച്ചിരുന്നെങ്കിൽ നമുക്കിനി വരാൻ പോകുന്ന ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് ഉള്ളത്. അതിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യാവുന്ന ഒരു പ്ലെയറാണ് നിതീഷ് കുമാർ റെഡ്ഡി. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും നോക്കുന്നില്ല, ഒരു ലോങ് ടൈമിലേക്ക് ചിന്തിക്കുന്നില്ല. അപ്പൊ എന്ത് തോന്നുന്നു അതങ്ങ് തീരുമാനം എടുക്കുന്നു. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ആ രീതിയിലാണ് ഗംഭീറിന്റെ കാര്യങ്ങൾ പോകുന്നത്. അതെ, പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട പ്രകടനങ്ങളൊന്ന് മുത്തുസ്വാമിയുടെ പ്രകടനമാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ ആദ്യ ടെസ്റ്റിൽ തന്നെ നമ്മൾ പറയുന്നു. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ നിരയെ നോക്കുക, നമ്മൾ മാർക്കോ യാൻസനെ ലോകത്തെ ഏറ്റവും ബെസ്റ്റസ്റ്റ് ബോളർമാരുടെ കൂട്ടത്തിലൊന്നും നമുക്ക് പെടുത്താൻ കഴിയില്ല. ഇനി ഇന്ത്യൻ ലെവലിലേക്ക് നോക്കുക, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകോത്തര ബോളർമാർ അണിനിരക്കുന്ന നമ്മളാണ് ഇവർക്കെതിരെ 500 റൺസിന്റെ ലീഡ് വഴങ്ങുന്നത് എന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. മുത്തുസ്വാമിയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ സെഞ്ചുറി നേടിയിട്ടില്ല എന്ന് മാത്രമല്ല സൗത്ത് ആഫ്രിക്ക ഇടക്കിടക്ക് പരീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റത്തിന് ശേഷം 4 വർഷം അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടി വന്നൊരു മനുഷ്യനാണ്. പിന്നെ ഇവരുടെ പുതിയ കോച്ച് വന്നതിന് ശേഷമാണ് അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് നിരന്തരം അവസരങ്ങളും കിട്ടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. പാകിസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് ഒരു എക്സ്ട്രാ സ്പിന്നറുടെ ഓപ്ഷനായിട്ടാണ് അദ്ദേഹത്തെ അവർ കണ്ടിരുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ ഓൾറൗണ്ടർ ഓപ്ഷനായി പരീക്ഷിക്കുന്നില്ല. അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ ബാറ്റിംഗ് ഓൾറൗണ്ടറും അന്താരാഷ്ട്ര ലെവലിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ബോളിംഗ് ഓൾറൗണ്ടറുമായിട്ടാണ് പരീക്ഷിക്കപ്പെട്ടിരുന്നതെന്നാണ്. പക്ഷേ അദ്ദേഹമാണ് ഈ സീരീസിൽ ആദ്യത്തെ സെഞ്ചുറി അടിച്ചത് എന്ന് ആലോചിക്കണം. അതും ഒരു ബാറ്ററെ പോലെ ഭയങ്കര കാമായിട്ട്. ഇന്ത്യയുടെ ആരെ നേരിടുന്നത്? കുൽദീപ് യാദവിനെയും ജസ്പ്രീത് ബുംറയും സിറാജിനെയൊക്കെ നേരിടുന്നത്. അങ്ങനെ ഒരു 11-നെതിരെ, അങ്ങനെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെ അദ്ദേഹം ഗുവാഹത്തിയിൽ കാഴ്ചവെച്ച ആ ഇന്നിങ്സ് മനോഹരമാണ്, ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. ദക്ഷിണാഫ്രിക്ക ഉറപ്പായും അദ്ദേഹത്തെ ഇനി മാറ്റി നിർത്തുക എന്ന് പറയുന്നത് സാധ്യമാകാത്ത രീതിയിലേക്ക് അദ്ദേഹം അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിയാണ്. കാരണം ഈ സീരീസിലെ ആദ്യത്തെ സെഞ്ചുറി അദ്ദേഹത്തിനാണ്. 200 ബോൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പ്രത്യേകിച്ച് യാൻസന് കിട്ടുന്ന അതേ പേസും അതേ സ്വിങ്ങും അതേ ബൗൺസും നമുക്കും കിട്ടും, നമ്മുടെ ബോളർമാർക്കും കിട്ടും. യാൻസനേക്കാൾ എത്രയോ കാതങ്ങൾ മുന്നിലുണ്ട് സിറാജും ബുംറയും ഒക്കെ. പക്ഷെ ആ ഒരു വെല്ലുവിളിയൊക്കെ വളരെ കൂളായിട്ട് അതിജീവിച്ചുകൊണ്ട്, മാത്രമല്ല നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഒരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറാണ്. അദ്ദേഹം പാകിസ്ഥാനിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏഷ്യൻ കണ്ടീഷനിൽ അദ്ദേഹം നന്നായിട്ട് ബോളും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം കിട്ടി. കൊൽക്കത്തയിൽ പക്ഷെ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടി. പലപ്പോഴും കേശവ് മഹാരാജ് ഉള്ളത് കൊണ്ടാണ് ഒരു സ്പിന്നർ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഏക സെഞ്ചുറി നേടിയൊരു താരത്തെ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റിയെടുത്ത് സാധ്യമല്ല. ഇപ്പോൾ മുത്തുസ്വാമിയുടെ വരുമ്പോൾ അദ്ദേഹം 2019 വിശാഖപട്ടണത്താണ് അരങ്ങേറുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിക്കറ്റ് വിരാട് കോഹ്ലിയുടെയാണ്. അതൊരു റിട്ടേൺ ക്യാച്ച് ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നെ ആ സീരീസിൽ അദ്ദേഹത്തിന് ആകെ 2 വിക്കറ്റേ കിട്ടുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം ടീമിൽ വരുന്നില്ല, ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കളിക്കുന്ന അദ്ദേഹം വരുന്നു. ഒരുപാട് കൗതുകങ്ങളുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യൻ പേരുകൾ നമുക്കറിയാം. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിലാണ് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്മാരൊക്കെ ഉള്ളത്. പക്ഷെ അദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ്. അദ്ദേഹം സോഷ്യൽ സയൻസിലെ ബിരുദധാരിയാണ്. പൊതുവെ അത്തരത്തിൽ വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഒരു കണ്ണുറപ്പിക്കുന്ന പ്രകടനം തന്നെയാണ്. അദ്ദേഹം കാണിച്ച ഒരു പേഷ്യൻസ് പോലും നമ്മുടെ പുകൾപ്പെട്ട ബാറ്റർമാർ കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പന്ത് നമ്മൾ പറഞ്ഞു വിക്കറ്റ് വെറുതെ വലിച്ചെറിഞ്ഞു. രാഹുൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ, നമുക്ക് എത്ര ബാറ്റർമാരുണ്ട്? 7-8 സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ നമുക്കുണ്ട് കണക്ക് നോക്കുമ്പോൾ. അപ്പൊ ആരും അത്തരത്തിലൊരു ഉത്തരവാദിത്തം, ബൗളിംഗ് യൂണിറ്റ് ആയാലും ബാറ്റിംഗ് യൂണിറ്റ് ആയാലും ഒരു ഉത്തരവാദിത്തം കാണിക്കാതെ നമ്മൾ തന്നെ കുഴിച്ച കുഴിയിൽ. ഇപ്പോൾ ഇടക്കാലത്ത് ഒരു വെസ്റ്റ് ഇൻഡീസ് സീരീസ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 2 ടോപ്പ് ടീമുകൾക്കെതിരെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നുള്ളൊരു വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ്ങർ ഫോർമാറ്റിലെങ്കിലും ഗൗതം ഗംഭീർ മാറേണ്ട ഒരു സാഹചര്യം അനിവാര്യമാണ്. മാത്രമല്ല ഒരു അഴിച്ചുപണി നിർബന്ധമായിട്ടും വേണമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് മറ്റേ ഈ ഇവരുടെ സ്പിൻ നിരയെ കുറിച്ച് നമ്മളെപ്പോഴും ഇന്ത്യൻ പിച്ചുകളിലെ പിന്നെ സ്പിൻ കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്പിന്നർമാർ ഇത്തവണ ഡെലിവർ ചെയ്തതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചേ മതിയാവുന്നതാണ്. അതിലൊന്ന് സിമോൺ ഹാർമറുടെ പേര് നമ്മൾ എടുത്തു പറയണം. ഇപ്പോൾ മാർക്കോ യാൻസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമോൺ ഹാർമറാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് ഏറ്റവും അധികം അപകടമുണ്ടാക്കിയിട്ടുള്ളത്. ക്രൂഷ്യൽ വിക്കറ്റുകൾ മുഴുവൻ അദ്ദേഹത്തിന്. ഇപ്പോൾ ജയ്സ്വാളിന്റെ വിക്കറ്റ് അദ്ദേഹമാണ് എടുക്കുന്നത്. സായ് സുദർശൻ തിരിച്ചു വരുന്ന സമയത്ത് സായ് സുദർശന്റെ വിക്കറ്റ് അദ്ദേഹമാണ് എടുക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദറിന്റെ വിക്കറ്റ് അദ്ദേഹമാണ് എടുക്കുന്നത്. ബാക്കിയുള്ള വിക്കറ്റുകളിൽ 6 യാൻസൺ എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹാർമറിനും മുത്തുസ്വാമിക്കും ഇന്റർനാഷണൽ പിന്നെ ഇവന്റുകളിൽ ചിലപ്പോൾ കേശവ് മഹാരാജിന്റെ അത്രയും അനുഭവ സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ കേശവ് മഹാരാജിനെ ഭയക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പരമ്പരയിൽ നമുക്ക് അപകടം വിതക്കുന്നത് മറ്റു ചിലരാണ് എന്നതാണ് എന്നുള്ളതാണ്. ഹാർമർ വിട്ടുപോയി എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതിപ്പോ 2ാം ഇന്നിംഗ്സിലും കെ എൽ രാഹുലിനെ ബൗൾഡ് ചെയ്യുന്നത് ഹാമറാണ് വരുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനിയിപ്പോ നാളെ എത്ര സെഷൻ വരെ പോകും എന്ന് നോക്കിയാൽ മതി. എന്തായാലും
500 മുകളിലുള്ള ടാർഗറ്റ് എന്തായാലും ഇന്ത്യ അടിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല. ഏത് സ്കോറിന് ഓൾ ഔട്ട് ആവുന്നുള്ള, എത്ര സെഷൻ വരെ ഇന്ത്യ പിടിച്ചെടുക്കുമെന്നുള്ളത് മാത്രം അതെ. ഇത് നോക്കിയാൽ മതിയാവും തോന്നുന്നു. എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ ഇതിലുണ്ട് അവസാനമായിട്ട്? ഇല്ല, ഇതിൽ ഇനിയിപ്പോ പ്രഡിക്ഷന് സാധ്യതയില്ലല്ലോ. ഇവിടെ ജയവും പരാജയവും ഉണ്ടാകുമ്പോഴാണല്ലോ പ്രഡിക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് ഈ വൈറ്റ് വാഷ് ആവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് സമാധാനിക്കാൻ കഴിയുക. എന്തായാലും നമ്മൾ ഈ പരമ്പര തോറ്റിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വൈറ്റ് വാഷിനുള്ള എല്ലാ സാധ്യത തന്നെ പോകുന്നത്. കാരണം ഒരു ദിവസം മുഴുവൻ 90 ഓവർ ഇന്ത്യ 8 വിക്കറ്റും കൊണ്ട് പിടിച്ചു നിൽക്കുന്ന നിലവിലെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നില്ല. ആൻസണും ഹാർമറും തന്നെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടും ചിലപ്പം മഹാരാജും കൂടി നാളെ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പതനം കുൽദീപ് യാദവിൽ പ്രതീക്ഷയുണ്ട്. അതെ ബാറ്റിങ്ങിൽ നമുക്ക് നോക്കാം. എന്തായാലും പ്രിയ പ്രേക്ഷകർക്കും ഈ മത്സരത്തെക്കുറിച്ച് നാളത്തെ ഒരു ദിവസം എന്താവുന്നുള്ളതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളുണ്ടാവും. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ടാക്ടേഴ്സ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നമസ്കാരം.